ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 14 ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഹാമിദുൻ അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി. നിങ്ങളെല്ലാവരും സെക്കൻഡറി സ്കൂളിലാണോ? അൻതും നിങ്ങളെല്ലാവരുമാണോ? അന്ത അന്തുമ അന്തും. അന്ത നീയൊരു പുരുഷൻ, അന്തുമ നിങ്ങൾ 2 പേർ പുരുഷന്മാർ, അന്തും നിങ്ങൾ കുറേ പേർ. അപ്പോൾ കുറേ പേരോട് ചോദിക്കുകയാണ് അൻതും നിങ്ങളെല്ലാവരും ആണോ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്തിഫാമാണ്, മനസ്സിലാക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ അൻതും നിങ്ങളെല്ലാവരുമാണോ ഫിൽ മദ്രസത്തി സാനവിയത്തി സെക്കൻഡറി സ്കൂളിലാണോ നിങ്ങളെല്ലാവരും? അഹദുഹും അഹദ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പോൾ അവരിലെ ഒരാൾ പറഞ്ഞു. അപ്പോൾ അവരിലെ ഒരാൾ ഉത്തരം പറയാം. ല നഹ്നു ബിൽ ജാമിയത്തി. അല്ല, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങൾ മദ്രസയിലല്ല, യൂണിവേഴ്സിറ്റിയിലാണ്. നഹ്നു മുബ്തദഉൻ മർഫൂൻ ബി ഹർഫു ജർ അൽ ജാമിയത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഹർഫു ജർ ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അന ഫി കുല്ലിയത്തിൽ ഹന്തസിയത്തി. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ കോളേജ്, അൽ ഹന്തസിയത്തു എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്. നമുക്കറിയാം മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ, അൽ ഹന്തസിയത്തു എഞ്ചിനീയറിംഗ് കോളേജ്, കുല്ലിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ കുല്ലിയത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അൽ ഹന്തസിയത്തി മുലാഫിലെ മജ്റൂർ. ഓക്കെ, എഞ്ചിനീയറിങ്ങിൻ്റെ കോളേജ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ അത് മുലാഫിലിയാണ്. അപ്പോൾ കുല്ലിയത്താവും മുലാഫ്. അപ്പോൾ കുല്ലിയത്ത് ഫീ വന്നുകൊണ്ട് കുല്ലിയത്ത് ഇസ്മു മജ്റൂറുമാണ്. പിന്നെ അൽ ഹന്തസിയത്തി വന്നുകൊണ്ട് കുല്ലിയത്ത് മുലാഫുമാണ്. പിന്നെ അൽ ഹന്തസിയത്തി മുലാഫിലെ മജ്റൂർ. വ മെഹ്മൂദുൻ ഫി കുല്ലിയത്തി തിബ്ബി. തിബ്ബി എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മരുന്ന്. അപ്പോൾ കുല്ലിയത്തി തിബ്ബി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്. അപ്പോൾ വ ഹർഫു അത്തഫ് മെഹ്മൂദുൻ മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ കുല്ലിയത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. വ കുല്ലിയത്തി ഇസ്മു മജ്റൂർ വഹുവ മുലാഫ് അത്തിബ്ബി മുലാഫിലെ മജ്റൂർ. വ ഇബ്രാഹിമു ഫി കുല്ലിയത്തി ശരീഅത്തി. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നിയമം, ലോ. അപ്പോൾ ലോ കോളേജ്. കുല്ലിയത്തി ശരീഅത്തി എന്ന് പറഞ്ഞാൽ ലോ കോളേജ്. ഓക്കെ. അപ്പോൾ വ ഹർഫു അത്തഫ് ഇബ്രാഹിമു മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ കുല്ലിയത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. പിന്നെ കുല്ലിയത്തി എന്തും കൂടിയാ മുലാഫ്, കാരണം അശരീഅത്തി മുലാഫിലെ മജ്റൂറാണ്. വ യൂസുഫു ഫി കുല്ലിയത്തി തിജാരത്തി. തിജാരത്ത് എന്ന് പറഞ്ഞാൽ ബിസിനസ്, കച്ചവടം. അപ്പോൾ ബിസിനസ് കോളേജിലാണ് യൂസുഫ്. അപ്പോൾ യൂസുഫ് മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ കുല്ലിയത്തി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. പിന്നെ കുല്ലിയത്ത് എന്തും കൂടിയ മുലാഫ് അത്തിജാരത്തി മുലാഫിലെ മജ്റൂർ. ഹാമിദുൻ മൻ ദാലിക്കൽ ഫത്ത അല്ലദി ഫി സയ്യാറത്തിക്കും. ഫി സയ്യാറത്തിക്കും നിങ്ങളുടെ കാറിലുള്ള ആ യുവാവ് ആരാണ്? മൻ ആര്, ദാലിക്ക അത്, അൽ ഫത്ത യുവാവ്. അപ്പോൾ ആ യുവാവ് നമുക്കറിയാം ദാലിക്ക എന്ന ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമിട്ട ഇസ്മു അൽ ഫത്ത വന്നാൽ അത് ബദലാണ്. അപ്പം ആ യുവാവ് എന്ന് പറയണ്ടേ. ഹാദയാണെങ്കിൽ ഹാദൽ ഫത്ത എന്ന് പറഞ്ഞാൽ ഈ യുവാവ്, ദാലിക്കൽ ഫത്ത എന്ന് പറഞ്ഞാൽ ആ യുവാവ്. അല്ലദി ഫി സയ്യാറത്തിക്കും, അല്ലദി നമുക്കറിയാം ഉള്ള എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരാം. നിങ്ങളുടെ കാറിലുള്ള ആ യുവാവ് ആരാണ്? മെഹ്മൂദുൻ ഹുവ ജമീലി, അദ്ദേഹം എൻ്റെ സഹപാഠിയാണ്. ഹുവ മുബ്തദഉൻ മർഫൂൻ ജമീലുൻ ഖബറുൻ മർഫൂൻ. ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് ഖബർ. വഹുവ മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ.
ജമീലി എന്ന് പറയുമ്പം എൻ്റെ സഹപാഠി. അപ്പോൾ ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ ഇവിടെ ലമീർ മുത്തസിൽ യാ മുത്തക്കല്ലിം ഇസ്മ ജമീലിനോട് ചേർന്നാൽ അത് മുലാഫ് മുലാഫിലെയും കൂടിയാണ്. അപ്പോൾ ജമീലിവിടെ ഖബറുമാണ്. വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ഹാമിദുൻ മിൻ ഐന ഹുവ, അദ്ദേഹം എവിടെ നിന്നാണ്. മിൻ ഐന ഹുവ, അദ്ദേഹം എവിടെ നിന്നാണ്. മിൻ നമുക്കറിയാം ഇൽ നിന്ന്, ഐന എവിടെ, ഹുവ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ്. മെഹമൂദുൻ ഹുവ മിൻ അമ്രി ഇൻഗൽത്തറ. ഇൻഗൽത്തറ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, മിൻ ഹർഫുജർ, ഇൻഗൽത്തറ ഇസ്മ മജ്റൂർ, ജാറുമ മജ്റൂർ, ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഓക്കെ, ഇൻഗൽത്തറ ഇസ്മ മജ്റൂറാണ്. ഇങ്ങനത്തെ ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഹാമിദുൻ മസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേരെന്താ. മെഹ്മൂദുൻ ഇസ്മുഹു വില്യമു, അദ്ദേഹത്തിൻ്റെ പേര് വില്യമാണ്. ഓക്കെ, അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. നമുക്കറിയാം ലമീർ മുത്തസിൽ ഇവിടെ ഇസ്മിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് മുലാഫ് മുലാഫിലെയാണ്. മുലാഫിലെ മജ്റൂർ. പിന്നെ ലമീർ മുത്തസിലെല്ലാം മബനിയാണ്. അപ്പോൾ ഇസ്മുഹു, ഹു മബനിയാണ്. പക്ഷെ ഇവിടെ മുലാഫിലേൻ്റെ സ്ഥാനത്തായതുകൊണ്ട് എന്താ അടയാളം. കസറാണ്, മജ്റൂറാണ്. വില്യമു ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഓക്കെ, ഇവിടെ വില്യമു ശ്രദ്ധിച്ചോളി, തൻവീനില്ല, വില്യമു. ഈ തൻവീനില്ലാത്ത ഇസ്മുകളും നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ഓൾറെഡി നമ്മൾ കുറേ പഠിച്ചു. അതിൻ്റെ കൂടുതൽ വിശദീകരണം നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. മറിയമു, സൈനബു നമ്മൾ പഠിച്ചതാ. ഉസാമത്തു, മുആവിയത്തു, വില്യമു ഇപ്പം പഠിച്ചു. വില്യമു ഇതൊക്കെ തൻവീനില്ലാത്ത ഇസ്മുകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. തൻവീനില്ല, ഒറ്റ ലമ്മത്തേ ഉള്ളൂ. രണ്ട് ലമ്മത്ത് വരുമ്പോഴാണ് തൻവീൻ എന്ന് പറയുക. സയ്യാറത്തുൻ, മുഹമ്മദുൻ. അപ്പോൾ തൻവീനുള്ള ഇസ്മുകളുമുണ്ട്, തൻവീൻ ഇല്ലാത്ത ഇസ്മുകളുമുണ്ട്. ഹാമിദുൻ അ മുസ്ലിം ഹുവ, അദ്ദേഹം മുസ്ലിമാണോ. മെഹമൂദുൻ ലാ ഹുവ നസ്രാനിയുൻ, അല്ല അദ്ദേഹം ക്രൈസ്തവനാണ്. നസ്രാനിയുൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവൻ, ക്രിസ്ത്യാനി. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. വലാ ഹർഫു നഫി, ഹുവ മുബ്തദഉൻ മർഫൂൻ, നസ്രാനിയുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇത് ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഹുവ മുബ്തദഉൻ മർഫൂൻ, നസ്രാനിയുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അദ്ദേഹം ക്രൈസ്തവനാണ്. അബൂഹു ഉസ്താദി, അദ്ദേഹത്തിൻ്റെ ഉപ്പ എൻ്റെ ഉസ്താദാണ്. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ, വഹുവ മുലാഫ്, ലമീർ മുത്തസിൽ ഹു മുലാഫിലെ മജ്റൂർ. കാരണം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫ് മുലാഫിലെയാണ്. അപ്പോൾ അബൂഹു, അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അബുൻ. അബുൻ എന്ന ഇസ്മിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർന്നാൽ അത് വാ ചേർത്തിട്ട് എഴുതണം. അബൂഹു, അബൂഹു. ലമീർ മുത്തസിൽ ചേർന്നാൽ അബുൻ എന്താവും. അബൂഹു, വാ ചേർത്ത് എഴുതണം. അഹുൻ, അതും അങ്ങനെ തന്നെയാണ്. അഹൂഹു നമ്മൾ പഠിച്ചതാണ്. കൂടുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. ഇങ്ങനത്തെ 5 ഇസ്മുകളുണ്ട്. ഇതേപോലെ വാ ചേർത്ത് എഴുതുന്ന 5 ഇസ്മുകളുണ്ട്. അപ്പോൾ ഈ ലമീർ മുത്തസിൽ ഈ അബുൻ അഹുൻ എന്ന ഇസ്മുകളുടെ കൂടെ ചേർന്നാൽ അത് വാ ചേർത്തിട്ട് എഴുതാം. ഓക്കെ, പക്ഷേ യാ മുത്തക്കല്ലും വരുമ്പം വാ ചേർത്തൂല, അബി. അപ്പോൾ യാ മുത്തക്കല്ല് നേരെ അബാൻ്റെ കൂടെ തന്നെ എഴുതും. അപ്പോൾ അബി, ആടെ വാ ഉണ്ടാവില്ല. അപ്പോൾ ലമീർ മുത്തസിൽ യാ ഒഴികെ ബാക്കി എല്ലാ 13 ലമീർ മുത്തസിൽ വരുമ്പോഴും വാ ചേർത്തിട്ടാണ് ഈ 5 ഇസ്മുകൾ എഴുതാം. 5 ഇസ്മുകൾ നമ്മൾ പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. 2 എണ്ണം പഠിച്ചു, ഒന്ന് അബുൻ, ഒന്ന് അഹുൻ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹു മുലാഫിലെ മജ്റൂർ. ഉസ്താദുൻ ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ. ഇവിടെയും ലമീർ മുത്തസിൽ യാ ഇസ്മായ ഉസ്താദിൻ്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അത് മുലാഫ് മുലാഫിലെ. പിന്നെ ഉസ്താദ് എന്തും കൂടിയാണ്, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അബൂഹു ഉസ്താദി. ഇസ്മുഹു അദ്ദുക്തൂറു ഇദ്വർദു, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എഡ്വർഡാണ്.
അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹു മുലാഫിലെ മജ്റൂർ. അദ്ദക്തൂറു എഡ്വർഡു. അപ്പോൾ ഡോക്ടറും എഡ്വേർഡും ഒരേ ആളാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ ബദലാണ് എഡ്വേർഡ്. അപ്പോൾ ഇങ്ങനെയും ബദൽ വരും. അപ്പോൾ എഡ്വേർഡ് ഇവിടെ എന്താണ്? ബദലാണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എഡ്വേർഡ് ബദൽ മൈരിഫയാണ്. പക്ഷേ ഇസ്മിന് നമ്മൾ അലിഫ്ലാം ഇടൂല, നമ്മൾ പഠിച്ചതാണ്. അധിക ഇസ്മുകൾക്കും അലിഫ്ലാം ഇടാതെ തന്നെ അത് മൈരിഫയാണ്. അൽ മുഹമ്മദു എന്ന് പറയൂല, മുഹമ്മദുൻ. പക്ഷെ അത് മൈരിഫയാണ്, അലിഫ്ലാം ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ എഡ്വേർഡു, അതും മൈരിഫയാണ്. അതുകൊണ്ട് ഡോക്ടറിന് എന്ത് വേണം? അലിഫ്ലാം ഇടണം. അതുകൊണ്ടാണ് അദ്ദക്തോറു എഡ്വേർഡു എന്ന് പറഞ്ഞത്. ഓക്കെ, ബദലിന് മൈരിഫയാണെങ്കിൽ ആ ബദലിന് മുമ്പുള്ള ബദലും മിൻഹും എന്നാ പറയുക. ബദലും മിൻഹു, ബദലിന് മുമ്പുള്ള ഇസ്മിന് ബദലുൻ മിൻഹു എന്നാ പറയുക. അപ്പോൾ ബദൽ മൈരിഫ ആയതുകൊണ്ട് ഇവിടെ എഡ്വേർഡു. അപ്പോൾ ഡോക്ടറും എന്താണ്? മൈരിഫയാകണം. അപ്പോൾ അവിടെ അലിഫ്ലാം ഇടണം. ബാറക്കല്ലാഹു ഫീക്കും. ഹാമിദുൻ അദ്ഹബ്തും ഇലൽ മുസ്തഷ്ഫ ലി സിയാറത്തി അമ്മിക്കും അൽ യൗം. അദ്ഹബ്തും നിങ്ങളെല്ലാവരും പോകുന്നോ? ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്, ലി സിയാറത്തി സന്ദർശിക്കാൻ, അമ്മിക്കും നിങ്ങളുടെ ഉപ്പയുടെ സഹോദരനെ, അൽ യൗമ ഇന്ന്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഉപ്പയുടെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ദഹബ അവൻ പോയി, ദഹബ അവർ രണ്ടുപേർ പോയി, ദഹബു അവർ കുറേ പേർ പോയി, ദഹബത്ത് അവളൊരു സ്ത്രീ പോയി, ദഹബത്ത അവർ രണ്ട് സ്ത്രീകൾ പോയി, ദഹബ്ന അവർ കുറേ സ്ത്രീകൾ പോയി, ദഹബ്ത നീ പോയി, ദഹബ്തുമ നിങ്ങൾ രണ്ടുപേർ പോയി, ദഹബ്തും അതവിടെ വന്നത് നിങ്ങൾ കുറേ പേർ പോയി. അപ്പോൾ ആ ദഹബ്തും നിങ്ങൾ കുറേ പേർ പോയോ? ആ വന്നാൽ ചോദ്യമാണ്. അപ്പോൾ ആ ദഹബ്തും നിങ്ങൾ കുറേ പേർ പോയോ? ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്, ലി സിയാറത്തി സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. അതിൻ്റെ കൂടെ ഹർഫുജർ ലീ ചേർത്തിയാലോ സന്ദർശിക്കാൻ എന്നർത്ഥം വരാം. അപ്പോൾ ലീക്ക് ആൻ എന്നുള്ള അർത്ഥം വരും. ലീക്ക് കുറേ അർത്ഥങ്ങളുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചു. ഏതാ? ലി ഹാമിദ് എന്ന് പറഞ്ഞാൽ ഹാമിദിൻ്റെ, ലി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ. അപ്പോൾ ഹർഫുജർ ഇസ്മു മജൂർ, ആ അർത്ഥം നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ ലി സിയാറത്തി എന്ന് പറഞ്ഞാൽ സന്ദർശിക്കാൻ വേണ്ടി. ഓക്കെ, സന്ദർശിക്കാൻ അല്ലെങ്കിൽ സന്ദർശിക്കാൻ വേണ്ടി, അതാണ് ഇവിടുത്തെ ലി ഹർഫുജറിൻ്റെ അർത്ഥം. സിയാറത്തി ഇസ്മു മജൂർ. അമ്മുൻ നമുക്കറിയാം ഉപ്പയുടെ സഹോദരൻ. അമ്മുക്കും എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ. ഓക്കെ, അല്യോമ ഇന്ന്, അല്യോമ ടുഡേ ഇന്ന്. അപ്പോൾ യൂസുഫ് നാം അതെ, ദഹബ്ന ഞങ്ങൾ പോയി, ദഹബ്ന ഞങ്ങൾ പോയി. അപ്പോൾ ദഹബ്തും നിങ്ങളെല്ലാവരും പോയി, ദഹബ്തി നീ ഒരു സ്ത്രീ പോയി, ദഹബ്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയി, ദഹബ്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ പോയി, ദഹബ്തു ഞാൻ പോയി, ദഹബ്ന ഞങ്ങൾ പോയി. അപ്പോൾ നാം അതെ, ഹർഫു ജവാബ്, ദഹബ്ന ഞങ്ങൾ പോയി. ബാറക്കല്ലാഹു ഫീക്കും.